മലയോര ഹൈവേയിൽ ജല അതോറിറ്റിയുടെ വിതരണ കുഴലുകൾ സ്ഥാപിക്കാനായി കുഴിച്ച ഭാഗങ്ങളിലെ അറ്റകുറ്റപ്പണികളാണ് ആരംഭിച്ചത്. കോൺക്രീറ്റ് ജോലികളാണ് പുരോഗമിക്കുന്നത്. പുനലൂരിൽ നിന്ന് അഞ്ചലിലേക്കുള്ള ദിശയിൽ വലതുവശത്തായി കരവാളൂർ ചുടുകട്ട ജംഗ്ഷൻ മുതൽ തുമ്പശ്ശേരി മുക്ക് വരെയുള്ള 5 കിലോമീറ്റർ ഭാഗത്താണ് അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചത്. ഹൈവേയുടെ വശത്തായി കുഴലുകൾ സ്ഥാപിച്ച ഭാഗത്ത് ശരാശരി 1 മീറ്റർ വീതിയിൽ കോൺക്രീറ്റ് ചെയ്താണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. അടിക്കടി അപകടമുണ്ടാകുന്ന മാമൂട് വളവിലും ചുടുകട്ടയിലെ വളവുകളിലും കൂടുതൽ വീതിയിൽ വശം ചേർന്ന് കോൺക്രീറ്റ് ചെയ്യും. ഇതോടെ ഇവിടങ്ങളിൽ റോഡിലേക്ക് കാട് വളർന്ന് വാഹനമോടിക്കുന്നവരുടെ കാഴ്ച മറയ്ക്കുന്ന സ്ഥിതി പൂർണ്ണമായും ഒഴിവാകും. കഴിഞ്ഞ വർഷമാണ് റോഡ് കുഴിച്ച് വിതരണ കുഴലുകൾ സ്ഥാപിച്ചത്. ഇതിന്റെ അറ്റകുറ്റപ്പണികൾക്കായി 52.83 ലക്ഷം രൂപയാണ് ജല അതോറിറ്റി മരാമത്ത് വകുപ്പിന് കൈമാറിയത്. നിലവിൽ കുരുവിക്കോണം, മാമൂട്, ചുടുകട്ട, അടുക്കളമൂല തുടങ്ങി പലയിടത്തും ഹൈവേയിലേക്ക് കാട്ടുപടർപ്പുകൾ വളർന്നിറങ്ങുന്ന സ്ഥിതിയുണ്ട്. ഇവിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള പല മുന്നറിയിപ്പ് ബോർഡുകളും കാടുമൂടി അദൃശ്യമായ നിലയിലാണ്. അപൂർവമായി മരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ കാട്ടുപടർപ്പുകൾ നീക്കാറുണ്ടെങ്കിലും ആഴ്ചകൾക്കുള്ളിൽ പഴയപടിയാവുകയാണ് സ്ഥിതി. ഇത്തരം ഭാഗങ്ങളിൽ കോൺക്രീറ്റ് ചെയ്യുകയോ ഇന്റർലോക്ക് ബ്രിക്കുകൾ പാകുകയോ ചെയ്യണമെന്ന് നേരത്തെ തന്നെ നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നതാണ്. 5 വർഷം മുമ്പാണ് ജില്ലയുടെ മലയോര മേഖലകൾ ഉൾപ്പെടുത്തി വിശാലമായ മലയോര ഹൈവേ നിർമ്മിച്ചത്. മടത്ര, കൊല്ലായിൽ മുതൽ പുനലൂർ വരെ 46 കിലോമീറ്റർ ദൂരം പഴയ റോഡുകൾ പുനരുദ്ധരിച്ചാണ് ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കിയത്. കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച 201.67 കോടി രൂപയായിരുന്നു അടങ്കൽ തുക. തിരുവനന്തപുരം ജില്ലയിലെ പാറശാല മുതൽ കാസർഗോഡ് ജില്ലയിലെ മന്ദാരപ്പടവ് വരെ 1250 കിലോമീറ്റർ നീളുന്ന മലയോര ഹൈവേയുടെ ഭാഗമാണ് ഇത്. നിർമ്മാണം പൂർത്തിയാക്കി 5 കൊല്ലം പിന്നിട്ടെങ്കിലും പാതയിൽ ഇനിയും സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർണ്ണമാക്കിയിട്ടില്ല. ഫോക്സ് ടിവി ന്യൂസ് ബ്യൂറോ, പുനലൂർ.